ഗുഡ് ഈവനിങ്ങോ. കുറച്ച് തിരക്കായോണ്ടാണ് കേട്ടോ വീഡിയോസ് ലേറ്റ് ആയത്. അല്ല, നെഗറ്റീവ് കമൻ്റ് ആയിട്ട് പേടിച്ചിട്ടല്ല. ആശാ വർക്കർമാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? അവരെവിടെയാണ് സമരം ചെയ്യേണ്ടത്? കേരളത്തിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് കേന്ദ്രത്തിൽ സമരം ചെയ്യാനാണ് പറയുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന ആവശ്യമായിട്ടാണ് ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നത്. അതായത് ദിവസവേതനം 700 രൂപയാക്കുക. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ല, കേരള സർക്കാരാണ്. അപ്പോൾ അവർ കേരള സർക്കാരിനോട് തന്നെയല്ലേ സമരം ചെയ്യേണ്ടത്? അവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമാണ്. ഓണറേറിയം 700 രൂപയാക്കി വർദ്ധിപ്പിക്കുക. അവരുടെ ശമ്പളം അല്ലെങ്കിൽ അവരുടെ വേതനം കൃത്യസമയത്ത് കൃത്യ ഡേറ്റിൽ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുക. ഇപ്പോൾ നമുക്ക് എല്ലാ പേർക്കും അറിയാം, നമ്മൾ എല്ലാ പേർക്കും ശമ്പളം വരുന്നത് 1-ാം തീയതിയോ 5-ാം തീയതിയോ ഒക്കെ ആയിരിക്കും, ഇല്ലേ? അത് ഒരു മാസം മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയല്ലേ അവരും. പക്ഷെ അവർക്കിത് കൃത്യസമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. സർക്കാർ പറയുന്ന എല്ലാ ജോലിയും അവർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് കിട്ടേണ്ട വേതനം, ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കൃത്യസമയത്ത് അവർക്ക് കിട്ടുന്നില്ല. നമ്മളെല്ലാവരും ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അടച്ചുറപ്പുള്ള മുറിക്കകത്തോ നമുക്ക് നമ്മുടേതായ ഒരു സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ആശാ വർക്കർമാർക്ക് അത്തരം സെക്യൂരിറ്റീസ് ഉണ്ടോ? അവർക്ക് എന്തെങ്കിലും അവർ ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള അപകടങ്ങൾ നിറഞ്ഞൊരു മേഖലയിലാണ് അവർ ജോലി ചെയ്യുന്നത്. എന്ത് അപകടവും അവർക്ക് സംഭവിക്കാം എന്നുള്ളൊരു നിലയിലാണ് അവർ ജോലി ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ മലയാളികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഇവർക്ക് വേതനം കൂട്ടിക്കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഇപ്പോഴും ചോദിക്കുന്നു, 232 രൂപയ്ക്ക് ഒരു കുടുംബം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമോ? 200 രൂപയും കൊണ്ട് നമ്മളൊരു കടയിൽ പോയാൽ നമുക്ക് എന്തൊക്കെ വാങ്ങാൻ പറ്റും? നമുക്കെല്ലാം ഓരോ കുടുംബങ്ങളുള്ളവരാണ്. ഒരു ദിവസം കിട്ടുന്ന ഈ 232 രൂപ വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ഓരോ മലയാളികളും അത് ചിന്തിക്കണം. നമ്മളെല്ലാം വീട്ടമ്മമാരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ഒറ്റയ്ക്ക് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അവരോടൊക്കെ ആയിട്ടാണ് എൻ്റെ ചോദ്യം. ഈ പറയുന്ന ഒരു തുകയ്ക്ക് നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളല്ലേ അവർ ചെയ്യുന്നത്? അതിനു വേണ്ടിയല്ലേ അവർ സമരം ചെയ്യുന്നത്? അവർ പറയുന്ന കാര്യങ്ങൾ വളരെ എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒന്ന്, അവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കുക. അത് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് ഇൻസെൻറ്റീവാണ്. രണ്ടാമത്, ഈ കൊടുക്കുന്ന തുക കൃത്യമായ ഡേറ്റിൽ അവർക്ക് കൊടുക്കുക. വേതനം എന്നുള്ള നിരക്കിൽ 1-ാം തീയതിക്കോ 5-ാം തീയതിക്കോ ഇടയ്ക്ക് കൃത്യമായ ഡേറ്റിൽ അവർക്ക് കൊടുക്കുക. ഈ 2 ആവശ്യങ്ങൾ അവരെ പരിഗണിക്കുക. ഈ ആവശ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് അന്യായം എന്ന് പറയാൻ പറ്റുന്നത്? നമുക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നതെങ്കിൽ നമ്മളും ഇത് തന്നെയല്ലേ ആവശ്യപ്പെടുകയുള്ളൂ. നമുക്ക് ശമ്പളം വേണം, കൃത്യസമയത്ത് നമുക്ക് ശമ്പളം വേണം, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തണം. അതാണ് അവരുടെ ആവശ്യം. ഇന്ന് 25 ദിവസം ഈ സമരം പിന്നിടുമ്പോൾ ഒരാൾ പോലും ഇതിനൊരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? കേന്ദ്രം ഒരു കണക്ക് പറയുന്നു, കേരളം ഒരു കണക്ക് പറയുന്നു. കേരള സർക്കാർ പറഞ്ഞു കേന്ദ്ര സർക്കാർ തരാത്തത് കൊണ്ടാണ് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതെന്ന്. ആശാ വർക്കർമാർ ആവശ്യപ്പെടുന്നത് കേരള സർക്കാർ കൊടുക്കേണ്ട പൈസയ്ക്കാണ്. കേന്ദ്ര സർക്കാർ പറയുന്നു ഞങ്ങൾ ഇനിയൊന്നും കൊടുക്കാനില്ല, 120 കോടി ഞങ്ങൾ അധികമാണ് കൊടുത്തതെന്ന്. ഈ കോടികളുടെ കണക്കൊന്നും ഈ പാവങ്ങളുടെ മുന്നിൽ നിരത്തിയിട്ട് ഒരു കാര്യമില്ല. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരമാണ് കാണേണ്ടത്. അല്ലാതെ ഒരു സമരം 25-30 ദിവസം നീട്ടിക്കൊണ്ട് പോകുകയില്ല. അവർക്കും കുടുംബങ്ങളുണ്ട്. അതെല്ലാം വിട്ടിട്ടാണ് അവരുടെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി അവർ വന്ന് നിൽക്കുന്നത്. ഒരു മനുഷ്യനെന്നുള്ള പരിഗണനയെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം CITയുടെ ഒരു നേതാവ് ചോദിക്കുന്നത് കേട്ടു, സുരേഷ് ഗോപി വന്നപ്പോൾ കൊട മാത്രമാണോ കൊടുത്തത്, ഉമ്മ കൊടുത്തോന്ന്? കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹം എന്താണ് കരുതിയിരിക്കുന്നത്? ഉമ്മ വാങ്ങാൻ നിൽക്കുന്നവരാണോ എല്ലാ സ്ത്രീകളും? അങ്ങനെയാണോ അദ്ദേഹം കരുതിയിരിക്കുന്നത്? അപ്പോൾ ഏതൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇവർ ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകളെ കാണുന്നത്, അല്ലെങ്കിൽ ഈ ആശാ വർക്കേഴ്സിനെ കാണുന്നത്? ഇതിനെതിരെ പ്രതികരിക്കണം. നമ്മൾ ഓരോ സ്ത്രീകളും പ്രതികരിക്കണം. ഇന്ന് ആശാ വർക്കേഴ്സിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മുൻനിരയിൽ നിൽക്കുന്ന മറ്റെല്ലാ സ്ത്രീകൾക്കും ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. അവരെ പാട്ടപ്പിരിവുകാരെന്ന് വിളിച്ചു. അവർ പാട്ടപ്പിരിവുകാരാണോ? നമ്മുടെ വീടിൻ്റെ മുന്നിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വരുന്ന ആശാ വർക്കർമാർ പാട്ടപ്പിരിവുകാരാണോ?
ഇതിനെല്ലാം ഇവരുത്തരം പറയണം. ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്ന ആശാപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, പല രീതിയിൽ നിങ്ങളെ തളർത്താൻ ശ്രമിക്കും. ഒരു പടി പോലും നിങ്ങൾ പിന്നോട്ട് പോകരുത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ നിങ്ങൾ അവിടുന്ന് വരരുത് തിരിച്ച്. ഈ സമരം പൊളിക്കാൻ പലതും ചെയ്യും, പക്ഷെ അതിനൊന്നും നിങ്ങൾ നിന്ന് കൊടുക്കരുത്. നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളാണ്. ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, വളരെ ന്യായമായ ആവശ്യമാണ്. LDFന്റെ പ്രകടനം 2021 പ്രകടന പത്രികയിൽ 700 രൂപ ദിവസവേതനം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവരത് പാലിക്കുന്നില്ല? എന്തുകൊണ്ട് പാലിക്കുന്നില്ല? ഇതിനെല്ലാം ഉത്തരം കേരള ഗവൺമെൻറ് ജനങ്ങളോടും ആശാ വർക്കേഴ്സിനോടും പറഞ്ഞേ മതിയാകും. നന്ദി.